இயேசுவில் அன்புக்குரிய சகோதர சகோதரிகளே, தவக்காலம் என்பது மனமாற்றத்தின் காலம். நாம் எடுக்கிற எல்லா முயற்சிகளும், தவ முயற்சிகள், ஜெப முயற்சிகள் எதுவாக இருந்தாலும் இந்த நாட்களில் மனமாற்றத்தை நோக்கி நம்மை வழிநடத்தவில்லையானால் நாம் எடுக்கிற எல்லா முயற்சிகளும் வீணாகும். ஆகவே இந்த நாள் மனமாற்றத்தின் முக்கியத்துவத்தை குறித்து நம்மோடு பகிர்ந்து இந்த நாள் பயணத்திற்கு உதவியாயிருக்கிறார் சுல்தான்பேட் மறைமாவட்ட ஆயரின் செயலர் அருட்தந்தை விஜய் அடிகளார் அவர்கள். வாருங்கள், அவருடைய ஆழமான சிந்தனையை கேட்டு இன்றைய நாளை ആശീർവാദமான നാളാക മാറ്റിക്കൊള്ളും. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിതാ വീണ്ടും ഒരു തപസ് കാലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ. ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ധ്യാനധർമ്മങ്ങൾ ചെയ്യുവാനും ഒക്കെ ആയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു കാലം. ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഞാൻ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ വാഹനത്തിൽ ഇവിടെ പാലക്കാട് കൂടെ യാത്ര ചെയ്യുകയായിരുന്നു. നോക്കുമ്പോൾ വഴിയരികിൽ ഒരു പെന്തക്കോസ് പാസ്റ്റർ, പണ്ട് കാലത്തെ നാട്ടുപ്രദേശത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം, സൈക്കിളുകളിലൊക്കെ ഹോണും വെച്ച് കെട്ടിയിട്ട് അവരിങ്ങനെ ദൈവവചനം പ്രഘോഷിക്കും. അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് പെന്തക്കോസ് പാസ്റ്റർ റോഡിൻ്റെ വശത്ത് നിന്നുകൊണ്ട് ഹോരഹോരമായിട്ട് പ്രഘോഷിക്കുന്നുണ്ട്. അദ്ദേഹം ദൈവരാജ്യത്തെക്കുറിച്ചൊക്കെ പ്രഘോഷിക്കുന്നുണ്ട്. ഞാൻ അല്പനിമിഷം വണ്ടി നിർത്തിയിട്ട് ആ മനുഷ്യനെ നോക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ മനുഷ്യരുമില്ല. മനുഷ്യരുണ്ടോ? ഉണ്ട്. ആയിരക്കണക്കിന് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. പക്ഷേ അദ്ദേഹം പറയുന്നത് കാര്യം നിന്ന് കേൾക്കുവാനായിട്ട് ഒരൊറ്റ മനുഷ്യരും തയ്യാറല്ല. എല്ലാവർക്കും അവരുടേതായ ലോകം, അവരുടേതായ ആവശ്യങ്ങൾ, അവരുടേതായ ആഗ്രഹങ്ങൾ, ലോകം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കയ്യിലും സ്മാർട്ട് ഫോൺസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഉപകരണങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മൾ എന്താ കൂടുതലായിട്ടും കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? മിക്കവാറും നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ കേൾക്കണം, നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൂടുതൽ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങൾ കേൾക്കണം, സമയം കളയണം എന്നൊക്കെ ആയിരിക്കും അല്ലേ. എന്നാൽ ഈ തപസ് കാലത്തിൽ നമുക്ക് അല്പം ഒന്ന് മാറി ചിന്തിച്ചാലോ? ഞാൻ നിങ്ങളോട് വളരെ ചുരുങ്ങിയ സമയം മാത്രം എടുക്കാൻ പോകുന്നു. ഈ സമയത്തിൽ കർത്താവ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യം, നമ്മൾ വായിക്കുന്ന ബൈബിള്, കർത്താവായ ദൈവം ഭൂമിയിലേക്ക് അയച്ച യേശു ക്രിസ്തു, ഇവരൊക്കെ എന്തിനു വേണ്ടിയാണ്? ബൈബിൾ ഇത്രയും നമ്മൾ പ്രവാചകന്മാരെ കാണുന്നുണ്ട്, ഇവരൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് നോക്കിയാൽ ഒരൊറ്റ ഉത്തരം മാത്രമേ നമുക്കതിനുള്ളൂ. ദൈവത്തിൻ്റെ മക്കളായ നമ്മളെല്ലാവരും മാനസാന്തരപ്പെടണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ ഫലമാണത്. ആദത്തിലൂടെ ഭൂമിയിൽ വന്നൊരു വലിയ പാപമുണ്ട്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളായിരുന്നു. നമ്മളെ പാപം വന്ന് കീഴടക്കി അങ്ങനെ നമ്മൾ ഭൂമിയിലേക്ക് വന്നുവെന്നാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ വന്ന നമ്മൾ തിരികെ ദൈവത്തിലേക്ക് എത്തപ്പെടണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം, നമ്മളെല്ലാവരും മാനസാന്തരപ്പെടണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ് നമ്മൾ ബൈബിളിൽ പൂർണ്ണമായിട്ടും കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം തുടങ്ങിയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ എല്ലായിടങ്ങളിലും, പ്രത്യേകിച്ച് പുറപ്പാട് സംഭവത്തിൽ ദൈവം ഇസ്രായേൽ മക്കളുടെ, ദൈവത്തിൻ്റെ മക്കളുടെ കൂടെയുണ്ട്. അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും കൂടെയുണ്ട്. കാരണം ദൈവത്തിൻ്റെ ആഗ്രഹം അവരെല്ലാവരും ഒരിക്കൽ പോലും മറ്റുള്ള ദൈവങ്ങളെടുത്ത് പോകാതെ, ഒരിക്കൽ പോലും പാപത്തിലേക്ക് വീഴാതെ മാനസാന്തരപ്പെട്ട് അവനോട് കൂടെ ആയിരിക്കണമെന്നാണ്. പക്ഷെ പലപ്പോഴും മനുഷ്യരായ നമ്മൾ ബലഹീനരാണ്, വീണു പോകുന്നുണ്ട്. എല്ലാ പ്രവാചകന്മാരെ അയച്ച അവസാനം പൂർത്തീകരണമായിട്ട് ക്രിസ്തുവിനെ ദൈവം ഭൂമിയിലേക്ക് അയക്കുകയാണ്. അവൻ ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കഷ്ടപ്പാടുകൾക്കിടയിൽ വന്നു പിറന്ന് ഇത്രയും അവഹേളനം കഷ്ടപ്പെട്ട് ഒരു കുരിശുമരണം ഏറ്റുവാങ്ങി. എന്തിനു വേണ്ടിയാണ്? എൻ്റെയും നിങ്ങളുടെയും ആത്മാവിന് വേണ്ടിയാണ്. ഞാനും നിങ്ങളുമൊക്കെ മാനസാന്തരപ്പെടണമെന്നുള്ള ദൈവത്തിൻ്റെ ഹിതം പൂർത്തിയാക്കുവാൻ വേണ്ടിയാണ്. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന വലിയ സംഭവമുണ്ട്. കുറച്ച് ആൾക്കാർ വന്നിട്ട് ക്രിസ്തുവിനോടൊരു അടയാളം ചോദിക്കുകയാണ്. അവൻ ദൈവപുത്രനാണെങ്കിൽ അവരെ തന്നെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ്. ക്രിസ്തു പറയുന്നുണ്ട്, ഇല്ല മക്കളെ, നിങ്ങൾക്ക് യോനായുടെ അടയാളമല്ലാതെ മറ്റൊന്നും തരപ്പെടില്ലെന്നാണ് പറയാനുള്ള കാരണമുണ്ട്. ക്രിസ്തുവിനറിയാം ഇവർ അടയാളം ചോദിക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കാൻ വേണ്ടിയല്ല, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയല്ല, വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ക്രിസ്തുവിൻ്റെ പുറകെ പോകുന്ന ആൾക്കാരെ എങ്ങനെയൊക്കെ വഴി തെറ്റിച്ചു വിടാം എന്ന ചിന്തയോടുകൂടിയാണ് ചോദിക്കുന്നത്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും ഒരുപക്ഷെ ഒത്തിരി മക്കൾ ദൈവം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും ദൈവരാജ്യത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടും ഒത്തിരി അടയാളങ്ങളൊക്കെ ചോദിക്കുമായിരിക്കാം, പുറകെ പോകുമായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, ക്രിസ്തു പറയുന്നുണ്ട്, നീ അടയാളങ്ങളൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് പൂർണ്ണമായിട്ടും എന്നിൽ വിശ്വസിക്കുന്ന ആവശ്യമുണ്ടെങ്കിൽ മാനസാന്തരപ്പെടുക.
എന്താണ് മാനസാന്തരം? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാപമാണെന്ന് തോന്നിയാൽ അതിൽ നിന്നും തിരിച്ചു വരിക. നമ്മൾ മാനസാന്തരപ്പെട്ടു എന്നറിയാൻ രണ്ട് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. നീ ദൈവത്തെ പൂർണ്ണമായും വിശ്വസിക്കുന്നുവോ, നിന്റെ സഹോദരനെ പൂർണ്ണമായും സ്നേഹിക്കുന്നുവോ? ഈ 2 കാര്യങ്ങളും ഒരുമിച്ച് വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ മാനസാന്തരപ്പെട്ട് ക്രിസ്തു മക്കൾ ആയി എന്നാണ്. ദൈവത്തെ പൂർണ്ണമായും സ്നേഹിക്കുന്ന ഒരു മക്കൾക്കും ദൈവത്തിനെതിരായിട്ട് ചിന്തിക്കാൻ സാധിക്കില്ല, പാപത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല, പാപത്തിലേക്ക് വീഴാൻ സാധിക്കില്ല, അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ സഹോദരന്മാരെ നമ്മൾ പൂർണ്ണമായിട്ടും സ്നേഹിക്കുകയാണെങ്കിൽ നമ്മൾ അവർക്ക് ചീത്തയുണ്ടാകുന്ന, അവർക്ക് തിന്മയുണ്ടാകുന്ന ഒരു കാര്യം പോലും ചെയ്യില്ല. നമ്മുടെ അടുത്തുള്ള ഒരൊറ്റ സഹോദരങ്ങളെക്കുറിച്ച് പോലും നമ്മൾ ഒരു കുറ്റപ്പെടുത്തുകയോ തെറ്റായ ഒരു കാര്യം പറയുകയോ അസൂയയോടും അഹങ്കാരത്തോടും കുശുമ്പോടും കൂടി അവരോട് പെരുമാറുകയോ ഇല്ല. കാരണം എന്താണ്? നമ്മൾ അവരിൽ നമ്മെ കാണുന്നു, ക്രിസ്തുവിനെ കാണുന്നു. അങ്ങനെ അല്ല എങ്കിൽ മക്കളെ, നമുക്ക് ഈ തപസ് കാലം ഒരു മാനസാന്തരത്തിൻ്റെ കാലമാകട്ടെ. ക്രിസ്തു ആഗ്രഹിക്കുന്ന ഒരു മാനസാന്തരം, ക്രിസ്തുവിൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന ക്രിസ്തു മക്കളാകാനുള്ള ഒരു കാലമാകണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കാലത്തിൽ ക്രിസ്തുവിൻ്റെ ആശീർവാദം ഇവിടെ അവസാനിക്കേണ്ടതല്ല. ഇന്ന് നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന ഈ മാനസാന്തരം ഇവിടെ നിന്നൊരു തുടക്കമാകണം. ഇത് മുതൽ അവസാനം നമ്മൾ ക്രിസ്തുവിൻ്റെ നെഞ്ചോട് ചേരുന്ന ആ നിമിഷം വരെ ക്രിസ്തുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അപ്പൻ്റെ നെഞ്ചോട് മക്കൾ ചേർന്നിരിക്കുന്ന പോലുള്ള ഒരു അനുഭവമാകട്ടെ ഈ മാനസാന്തരം, മനംമാറ്റം. അതിനുള്ള കൃപ നമുക്ക് ദൈവത്തോട് ചോദിച്ചു വാങ്ങാം. ദൈവം എന്നെയും നിങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.